എന്റെ 2026 ജനുവരി 8 രാത്രി 7:45 എന്നെ മാത്രമല്ല എന്റെ ഫാമിലി അടക്കം 4 പേര് നമ്മുടെ സ്വന്തം KSRTC കൊല്ലാൻ നോക്കിയ ഫുട്ടേജാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. എനിക്ക് വെട്ടിക്കാൻ പോലും ഇടാൻ രാത്രി ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടെ അമ്മമാര് ഓവർടേക്ക് ചെയ്ത് വന്ന KSRTC ഫ്രണ്ട് ഒരു ബസ് ഉണ്ടായിരുന്നു, അതിനെ ഓവർടേക്ക് കയറി വന്നതാണ് അമ്മമാര്. എനിക്ക് വെട്ടിക്കാൻ പോലും ഇടാനില്ല. ഞാൻ സാമാന്യം ഒരു 50-55 കിലോമീറ്റർ സ്പീഡിൽ വന്നുകൊണ്ട് മാത്രം അപകടം ഉണ്ടായില്ല എന്നുള്ളത് എനിക്ക് ചെറുതായിട്ട് വെട്ടിക്കാൻ പറ്റി. അവന്മാർ അത്ര എനിക്ക് കാണാൻ പോലും ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടെ എങ്ങനെയാണ് കയറി വരുന്നത്. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇവന്മാർക്ക് തന്നെ നമ്മുടെ KSRTC ലാഭത്തിൽ ഓടുന്ന കാഴ്ച നിങ്ങൾ കണ്ടത്. ഇങ്ങനെ മറ്റുള്ളവരുടെ കുടുംബം ഇല്ലാതാക്കിയിട്ടാണ് ഇവന്മാർ ഈ ലാഭത്തിൽ ഓടുന്നത്. എന്റെ ഫാമിലി അടക്കം എന്റെ കൊച്ചടക്കം എന്റെ 1 വയസ്സ് പോലും തികയാത്ത കൊച്ചു വണ്ടിക്കകത്തുണ്ട്. എന്താ പറയുക, ഇതിന്റെ ഉത്തരവാദിത്തം ആരെടുക്കും? എന്നാൽ സാമാന്യം മര്യാദ നിർത്തി ഒന്നല്ല സൈഡ് ഒരുക്കുന്നത് പറയണ്ട. അവന്മാർ കയറി വന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് രാത്രിയാണ് മറ്റേ ഹൈ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഡാഷ് ക്യാമിൽ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് അതുപോലത്തെ വരവ് അവന്മാർ കയറി വന്നത്. എന്നാൽ വണ്ടി കാണുമ്പോൾ സൈഡ് നമ്മൾ സാമാന്യ വണ്ടി നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യൻ സ്ലോ ആക്കും വണ്ടി. ഇത് അങ്ങനെയാണോ? ഇത് നേരെ കയറി വന്ന് മനുഷ്യനെ കൊല്ലാൻ നോക്കുക. എനിക്കാണ് വണ്ടി ഒതുക്കാൻ പോലും ഇടയില്ല. തൊട്ടപ്പുറത്ത് ആള് നിൽക്കുന്നു, ആളെ ഇടിച്ചിടണോ ഞാൻ? എങ്ങോട്ടാ വണ്ടി കയറ്റേണ്ടത്? ഏത് ബസ്സാണ്? വണ്ടിയുടെ നമ്പർ പോലും നമുക്ക് അത്ര സ്പീഡിൽ വന്നത്, വണ്ടിയുടെ നമ്പർ പോലും നോട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത്ര സ്പീഡിൽ വന്നു. അല്ലെങ്കിൽ നമ്പർ നോട്ട് ചെയ്തിട്ട് ആ ഡ്രൈവറിനെതിരെയുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തേനെ. ഓരോ ഓപ്ഷനില്ല. ഈ ഫുട്ടേജ് നോക്കിയിട്ടും ഈ ഹൈ ഇട്ട് വന്ന് നമുക്ക് ഹൈ ഇട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആ ബസ് പോലും കാണാൻ വയ്യ. അപ്പൊ എന്റെ അവസ്ഥ ഒന്ന് ഓർത്ത്, വണ്ടി ഓടിച്ച് എന്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. എന്താ ഇതിനൊക്കെ പറയും? ഇതിനൊക്കെ ആരും ഉത്തരവാദിത്തം പറയും? അത്രയും സ്പീഡിൽ കയറി വന്ന് എനിക്ക് ഞാനൊരു സാമാന്യ ഒരു ചെറിയ ഒരു 60-65 സ്പീഡിലാണ് ഞാൻ വെട്ടിച്ചിരുന്നെങ്കിൽ ആ അപ്പുറത്ത് നിന്ന് ആൾക്കിട്ട് പോയി ഇടിച്ച് എനിക്കെതിരെ വധശ്രമമായനെ. അല്ലാതെ വേറെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഉമ്മമാരുടെ പൊടിയും തട്ടിപ്പോവും. ഒന്ന് നിർത്ത പോലും ചെയ്യത്തില്ല. പിന്നെ പ്രതീക്ഷിക്കുന്നില്ല, ഉമ്മമാർ നിർത്തുമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ റിയാക്ട് ചെയ്തിരിക്കുന്നേ? നമ്മൾ റോഡ് ടാക്സ് ഒക്കെ അടച്ചിട്ട് എന്നെ വണ്ടി ഓടിക്കുന്നത്. എനിക്കതിന് എന്റെ ഫാമിലി അടക്കം, എന്റെ അമ്മ, എന്റെ ഭാര്യ, എന്റെ കൊച്ചടക്കം എല്ലാവരും പേടിച്ചു പോയി. എനിക്ക് അതേസമയം വെട്ടിക്കാൻ പറ്റില്ലെങ്കിൽ ആർക്ക് പോയി? എന്റെ ഫാമിലിക്ക് പോയി, എനിക്ക് പോയി, അല്ലാതെ വേറെ ആർക്ക് പോകാൻ? കൂടി പോയി ഇവന്മാർക്ക് ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിടിച്ചോടും. അവന്മാർക്ക് എന്നിട്ട് എന്നാ കിട്ടാൻ? അവന്മാരെ അടുത്ത് ജോലിക്ക് പോയി കയറും. ഇല്ലാതാവുന്ന ഒരു കുടുംബമല്ലേ? രാത്രി 7:45 കോട്ടയത്തുനിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന റൂട്ടുള്ള ബസ്സാണത്. ചങ്ങനാശ്ശേരി വേറെ ദൂരത്ത് ഹൈയോ എങ്ങോട്ട് പോകുന്ന ബസ്സായാലും 7:45 ചിങ്ങവനം പാസ് ചെയ്തത്. 7:45 നമ്മുടെ മാവിളങ്ങിലുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ അടുത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. എനിക്കിതിനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ ഒരു ഓപ്ഷൻ ഇല്ല. ഒരു ബസ്സിന് നമ്പർ അറിയത്തില്ല, ഒരു നമ്പർ പോലും ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? ഞാൻ ഫുട്ടേജ് സ്ലോ ചെയ്ത് നോക്കി, മാക്സിമം നോക്കി, എന്നിട്ടും പക്ഷെ കാണാൻ പറ്റുന്നില്ല. അത്ര ഹൈ ഇട്ട് വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ കാണുന്നില്ല, സൈഡിൽ നമ്പർ പ്ലേറ്റ് നോക്കി, സൈഡിലും നോക്കിയിട്ട് കാണുന്നില്ല. ഒരു ശ്രമിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇതാണ് അവസ്ഥ. ഇവന്മാർക്കൊക്കെ എതിരെ ആര് സംസാരിക്കും? നമ്മൾ എന്നാ ചെയ്യും? നമ്മളെ പോലെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കാന്നേ ഉള്ളൂ ഇവന്മാരെയൊക്കെ. കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ട്, എത്ര 12 കോടി 13 കോടി എൻ്റെ KSRTCക്ക് ഓടി ലാഭം ഉണ്ടായിരുന്നോ, അങ്ങനെ രണ്ട് ന്യൂസ് കേട്ടു. ഇങ്ങനെയാ മനുഷ്യരെ കൊന്ന് അല്ലെങ്കിൽ കുടുംബം ഇല്ലാണ്ടാക്കിയിട്ട് ഇവന്മാർ ലാഭത്തിലുണ്ടാക്കും.